ആഴ്ചഫലത്തിൻ്റെ മറ്റൊരു പങ്ക്തിയിലേക്ക് സ്വാഗതം. ഈ ആഴ്ച ഓരോ രാശിക്കാർക്കും എങ്ങനെയാണ് എന്നത് പരിശോധിക്കാം. പലർക്കും ഗുണകരമായ പല കാര്യങ്ങളും സംഭവിക്കും. തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ, ഗൃഹനിർമ്മാണത്തിനുള്ള തുടക്കം, പുതിയ വാഹനം, ഗൃഹോപകരണങ്ങൾ കൈവരിക്കുന്നത്, ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റം, പ്രേമകാര്യങ്ങളിൽ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുന്നത് കാണാൻ സാധിക്കും. പൊതുവെ ഗുണകരമായ ഒരു ആഴ്ചയായിരിക്കും മിക്ക നക്ഷത്രക്കാർക്കും. ആദ്യമായി മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക ആദ്യകാൽഭാഗം. ഇവർക്ക് ഈ ആഴ്ചയിൽ അല്പസ്വല്പം തടസ്സങ്ങൾ ഉണ്ടാകും. തൊഴിൽ രംഗത്ത് അസ്വസ്ഥതകൾ അനുഭവത്തിൽ വരും. ആലോചനക്കുറവും അശ്രദ്ധയും കാരണം പലവിധ അബദ്ധങ്ങളും സംഭവിച്ചേക്കാം. കുടുംബത്തിൽ അലോസരങ്ങൾ ഉണ്ടായേക്കാം. വാക്കുതർക്കങ്ങൾ ഒഴിവാക്കുക. സംഭാഷണത്തിൽ മിതത്വവും കരുതലും ശീലിക്കുക. ആഴ്ച അവസാനം ഉല്ലാസയാത്ര പോകുവാൻ കഴിയുന്നത് മനസ്സിൻ്റെ സംഘർഷങ്ങൾ കുറയ്ക്കുവാൻ സഹായകരമാകും. അടുത്തത് ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി, അതുപോലെ തന്നെ മകയിരം ആദ്യ അരഭാഗം. ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടക്കും. സാമ്പത്തികമായ ചില നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. പുതിയ മേഖലയിൽ പ്രവർത്തിക്കുന്നതിന് അവസരം ഉണ്ടാകും. ഉദ്യോഗസ്ഥർക്ക് ഗുണകരമായ ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ്. കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അപ്രതീക്ഷിത നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. പുതിയ വസ്തുവാഹനാദികൾ ലഭിക്കുന്നതിന് അവസരം ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് കൂടുതൽ ഉയരങ്ങളിൽ എത്താൻ സാധിക്കും. അടുത്തത് മിഥുനം രാശിയിൽപ്പെട്ട മകയിരം അവസാന അരഭാഗം, തിരുവാതിര, അതുപോലെ തന്നെ പുണർതം ആദ്യ മുക്കാൽ ഭാഗം. ഈ ആഴ്ചയിൽ പലവിധ പ്രതിബന്ധങ്ങൾ ഉണ്ടാകുന്നതാണ്. ഏത് കാര്യത്തിലും ജാഗ്രത വേണം. പുതിയ കാര്യങ്ങൾ തുടങ്ങുന്നത് ശ്രദ്ധിച്ചു വേണം. യാത്രാക്ലേശം, അലച്ചിൽ ഇവ സംഭവിക്കുന്നതിന് സാധ്യത കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് തടസ്സം ഉണ്ടാകും. ഉദ്യോഗസ്ഥർക്ക് സ്ഥാനഭ്രംശം, മനക്ലേശം, എതിർപ്പുകൾ ഇവയെല്ലാം ഉണ്ടാകാനിടയുണ്ട്. വളരെ സൂക്ഷ്മത പാലിക്കുക. അടുത്തത് കർക്കിടകൂറിൽപ്പെട്ട പുണർതം അവസാന കാൽഭാഗം, പൂയം, അതുപോലെ തന്നെ ആയില്യം. ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഈ ആഴ്ചയിൽ സാധിക്കുന്നതാണ്. തൊഴിലിൽ വളരെ നേട്ടങ്ങൾ ഉണ്ടാകും. പുതിയ സംരംഭങ്ങൾ തുടങ്ങും. കച്ചവട രംഗത്ത് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാകും. പുതിയ പ്രണയബന്ധങ്ങൾ ഉടലെടുക്കുവാൻ സാധ്യത കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് സാധ്യത തെളിയും. രാശിമണ്ഡലത്തിൽ വളരെ ഗുണകരമായ അവസ്ഥയാണ് കാണുന്നത്. പൊതുവെ അഭീഷ്ടസിദ്ധിക്ക് സാധ്യതയുള്ള ഒരാഴ്ചയാണ്. അടുത്ത ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂരം, ഉത്രം ആദ്യകാൽ ഭാഗം. ഉദ്ദിഷ്ടകാര്യസിദ്ധി ഉണ്ടാകുന്നതാണ്. തൊഴിലിൽ വലിയ പുരോഗതി കൈവരിക്കുവാനാകും. ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാകും. യാത്രകളിലൂടെ ഗുണമുണ്ടാകും. കർമ്മവിജയത്തിൽ സന്തോഷമുണ്ടാകും. സുഹൃത്ത് സമാഗമം ഉണ്ടാകുന്നതാണ്. ഉല്ലാസയാത്രകൾക്ക് സാധ്യത കാണുന്നുണ്ട്. പുതിയ മേഖലയിൽ പ്രവർത്തിക്കുന്നതിന് അവസരമുണ്ടാകും. ഗൃഹനിർമ്മാണത്തിനുള്ള വഴികൾ തെളിയും. പുതിയ ഫ്ലാറ്റ് വാങ്ങുന്നതിനുള്ള സാഹചര്യം ഉണ്ടാകും. അടുത്തത് കന്നിക്കൂറിൽപ്പെട്ട ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം, അതുപോലെ തന്നെ ചിത്തിര ആദ്യ അരഭാഗം. അവിചാരിതമായ തടസ്സങ്ങൾ അനുഭവപ്പെടും. ഈ ആഴ്ചയിൽ കർമ്മരംഗത്ത് മാന്ദ്യം ഉണ്ടാകും. പുതിയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ സൂക്ഷ്മത പാലിച്ചില്ലെങ്കിൽ വളരെ നഷ്ടങ്ങൾ വന്നുചേരും. യാത്രാക്ലേശവും അലച്ചിലും ഉണ്ടാകും. മാനസിക ദൗർബല്യങ്ങൾ അനുഭവത്തിൽ വരും. ആരോഗ്യകാര്യങ്ങൾ കൂടുതലായി ശ്രദ്ധിക്കുക. അടുത്തത് തുലാം രാശിയിൽപ്പെട്ട ചിത്തിര അവസാന അരഭാഗം, ചോതി, അതുപോലെ തന്നെ വിശാഖം. ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പലതും നടക്കും. തൊഴിലിൽ വളരെ നേട്ടങ്ങൾ ഉണ്ടാകും. സാമ്പത്തികമായി വലിയ നേട്ടങ്ങൾ വന്നുചേരും. പുതിയതും കൂടുതൽ വിസ്തൃതിയുള്ളതുമായ ഫ്ലാറ്റ് വാങ്ങുന്നതിനുള്ള സാഹചര്യം ഉണ്ടാകും.
ധനപരമായ ഇടപാടുകളിലും ക്രയവിക്രയങ്ങളിലും ഗുണമുണ്ടാകും. വിദേശത്ത് തൊഴിലിന് ശ്രമിക്കുന്നവർക്ക് അത് സാധിക്കും. പ്രണയരംഗത്ത് ആഗ്രഹിക്കുന്നതുപോലെ കാര്യങ്ങൾ നടക്കും. അടുത്ത വൃശ്ചികം രാശിയിൽപ്പെട്ട വിശാഖം അവസാന കാൽഭാഗം, അനിഴം, അതുപോലെ തന്നെ തൃക്കേട്ട. അപ്രതീക്ഷിത തടസ്സങ്ങൾ പല കാര്യത്തിലും ഉണ്ടാകും. കർമ്മരംഗം പരാജയത്തിലേക്ക് നീങ്ങും. അലച്ചിൽ, യാത്രാക്ലേശം ഇവ ഉണ്ടാകുന്നതാണ്. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ അനുഭവപ്പെടും. സ്വജന കലഹം, ബന്ധുവിരോധം ഇവ അനുഭവപ്പെടുന്നതിന് സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ ദീർഘകാലമായി ചിന്തിക്കുന്ന കാര്യങ്ങൾ നടത്തുവാൻ അവസരം ഉണ്ടാകും. അടുത്തത് ധനുരാശിയിൽപ്പെട്ട മൂലം, പൂരാടം, ഉത്രാടം. ഈ ആഴ്ചയിൽ വളരെ ഗുണാത്മകമായ പരിവർത്തനങ്ങൾ നടക്കുന്നതാണ്. തൊഴിൽ രംഗത്ത് പുതിയ നേട്ടങ്ങൾ ഉണ്ടാകും. ഗൃഹനിർമ്മാണത്തിനുള്ള തുടക്കം കുറിക്കും. പുതിയ വാഹനം നേടിയെടുക്കും. ഗൃഹോപകരണങ്ങൾ കൈവരിക്കുന്നതാണ്. ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റം ഉണ്ടാകും. പ്രേമകാര്യങ്ങളിൽ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുന്നതായി കാണുവാൻ സാധിക്കുന്നതാണ്. അടുത്തതായി മകരക്കൂറിൽപ്പെട്ട ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം, അതുപോലെ തന്നെ അവിട്ടം ആദ്യ അരഭാഗം. പലവിധ തടസ്സങ്ങളും ഉണ്ടാകും. കർമ്മമേഖലയിൽ മന്ദത, ധനനഷ്ടങ്ങൾ ഉണ്ടാകും. കാര്യപരാജയം ഉണ്ടാകുന്നതാണ്. പുതിയ കാര്യങ്ങൾക്ക് ഇറങ്ങാതിരിക്കുന്നതാണ് ഉചിതം. വാഹനം ഓടിക്കുന്നവർ ശ്രദ്ധ പാലിക്കുക. ആരോഗ്യകാര്യങ്ങളിൽ ജാഗ്രത വേണം. പ്രകൃതിക്ക് അനുയോജ്യമായ ഭക്ഷണരീതി, ജീവിത രീതി ഇവ സ്വീകരിക്കുന്നത് ഉത്തമമായിരിക്കും. മനസ്സംഘർഷങ്ങൾ നിയന്ത്രിക്കുന്നതും നന്നായിരിക്കും. അവസാനമായി രേവതി നക്ഷത്രമാണ്. അവസാനമായി കുംഭക്കൂറിൽപ്പെട്ട അവിട്ടം അവസാന അരഭാഗം, ചതയം, അതുപോലെ തന്നെ പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അധികവും നടക്കുന്നതാണ്. കർമ്മങ്ങൾ വിജയിക്കും. സാമ്പത്തികമായി ഈ ആഴ്ചയിൽ വളരെ നേട്ടമുണ്ടാകും. പുതിയ ഗൃഹം വാങ്ങുവാൻ അവസരമുണ്ടാകും. നൂതന വാഹനം, ഗൃഹോപകരണങ്ങൾ ഇവയും ലഭിക്കുന്നതാണ്. വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ഉടനെ അത് സാധിക്കുന്നതാണ്. കുടുംബസമേതം ഉല്ലാസയാത്ര പോകും. അടുത്തത് മീനക്കൂറിൽപ്പെട്ട പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി, അതുപോലെ തന്നെ രേവതി. പല കാര്യങ്ങളിലും തടസ്സങ്ങൾ ഉണ്ടാകും. ധനനഷ്ടങ്ങൾ വന്നു ചേരും. യാത്രാക്ലേശം ഉണ്ടാകും. അലച്ചിൽ ഉണ്ടാകുന്നതിന് സാധ്യത കാണുന്നുണ്ട്. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ വന്നു ചേരും. തലവേദന, തലചുറ്റൽ ഇവ ഉണ്ടായേക്കാം. ശിരസിനെ ബാധിക്കുന്ന അസുഖങ്ങൾ വർദ്ധിച്ചേക്കുവാൻ ഇടയുണ്ട്. വളരെ ശ്രദ്ധയോടുകൂടി എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് ആവശ്യമാണ്. ഈ ആഴ്ചഫലം ഇന്നത്തെ ഇവിടെ നിർത്തുന്നു. പുതിയ ഒരു വിഷയവുമായി കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം.